പരീക്ഷാമുറിയിൽ പുസ്തകം നോക്കി ഇരുന്ന് എഴുതിയാലോ? സംസ്ഥാനത്ത് ആദ്യമായി പരീക്ഷകളിൽ ഓപ്പൺ ബുക്ക് രീതി കൊണ്ടുവരികയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ബിരുദാനന്തര ബിരുദ കോഴ്സുകളിൽ ആദ്യ ഓപ്പൺ ബുക്ക് പരീക്ഷ ഞായറാഴ്ച നടക്കും. വിദ്യാർത്ഥികൾക്ക് എന്തറിയാം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാകരുത് പരീക്ഷകൾ. പകരം അറിയുന്നത് വെച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നുകൂടി മനസ്സിലാക്കുന്നതാകണം. ഈ മാറ്റം മുന്നിൽ കണ്ടുകൊണ്ടാണ് SN യൂണിവേഴ്സിറ്റി ഓപ്പൺ ബുക്ക് പരീക്ഷാ രീതി കൊണ്ടുവരുന്നത്. പുതിയ രീതി നടപ്പിലാക്കാനുള്ള നിർദ്ദേശം വെച്ചത് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഗ്രേഷ്യസ് ജെയിംസ് ആണ്. സർവകലാശാല അക്കാദമിക് കൗൺസിൽ ഇതിന് അംഗീകാരവും നൽകി. പരീക്ഷണാടിസ്ഥാനത്തിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളുടെ 2ാം സെമസ്റ്ററിലെ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്സ് എന്ന വിഷയത്തിൽ മാത്രമാണ് പുതിയ രീതി നടപ്പിലാക്കുന്നത്. റെസ്ട്രിക്റ്റഡ് ടൈപ്പ് ഓപ്പൺ ബുക്ക് പരീക്ഷയാകും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. ഇത് പ്രകാരം സർവകലാശാല വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന ലേണിംഗ് മെറ്റീരിയൽ പരീക്ഷാ ഹാളിൽ റഫറൻസിനായി കൊണ്ടുപോകാം. ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻസ് നടത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവർ പഠനത്തിന് ഉപയോഗിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്കുകളോ സ്റ്റഡി മെറ്റീരിയൽസോ പരീക്ഷാ ഹാളിൽ റഫറൻസിനായി കൊണ്ടുപോകാവുന്നതാണ്. തിരുവനന്തപുരം മാർവേനിയസ് കോളേജിൽ വെച്ച് അതിൻ്റെ ഒരു മോഡൽ എക്സാമിനേഷൻ വിജയകരമായി നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ പ്രതികരണം മനസ്സിലാക്കി അവരുടെ ഫീഡ്ബാക്ക് കൂടെ കളക്ട് ചെയ്തതിന് ശേഷം ആവശ്യമായ തിരുത്തലുകളൊക്കെ വരുത്തിയിട്ടാണ് സെപ്റ്റംബർ 8-ാം തീയതി കേരളത്തിലെ 14 ജില്ലകളിലെ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഈ പരീക്ഷ നടത്തുന്നത്. ഓപ്പൺ ബുക്ക് പരീക്ഷാ രീതി ഏകോപിപ്പിക്കുന്നതിനായി കേരള സർവകലാശാല മുൻ സീനിയർ പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ S. നായർ അധ്യക്ഷനായ ഒരു സമിതി രൂപീകരിച്ചിരുന്നു. മാർഗനിർദ്ദേശങ്ങളും ചോദ്യഘടനയും തയ്യാറാക്കിയ ഈ സമിതി തന്നെയാണ് ചോദ്യപേപ്പർ നിർമ്മിക്കുന്നതിനും മൂല്യനിർണ്ണയ രീതിയിലെ മാറ്റങ്ങളെക്കുറിച്ചും അധ്യാപകർക്ക് പരിശീലനവും നൽകിയത്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.